ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും സുധീഷ് നിധിയുടെ കഴുത്തിൽ താലി കെട്ടിയിരിക്കുകയാണ്. സുഭാഷിനെ അടുക്കളയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ഹരീഷ് ചോദിക്കുന്നു, സുഭാഷ് ഏട്ടാ ഇന്ന് അത് വേണ്ടേ? സുഭാഷ് ചോദിക്കുന്നു, അതെന്ന് പറഞ്ഞാൽ എന്താ? നീ എന്താ ചോദിക്കുന്നേ? അപ്പൊ ഹരീഷ് പറയണ, അത് സുഭാഷ് ഏട്ടാ അത്. സുഭാഷ് ചോദിക്കുന്നു, അതെന്ന് പറയുന്ന ഒരു കാര്യമുണ്ടോ? മനസ്സിലാകുന്ന ഭാഷ പറയടാ. അപ്പൊ ഹരീഷ് പറയണ, സുഭാഷ് ഏട്ടാ ഇന്ന് അവരുടെ കല്യാണം കഴിഞ്ഞില്ലേ, ഫസ്റ്റ് നൈറ്റിനുള്ള ഏർപ്പാടൊക്കെ ചെയ്യണ്ടേ? അപ്പൊ സുഭാഷ് പറയണ, നീ ഒന്നും മിണ്ടാതിരിക്കടാ, അതിനെ കുറിച്ചൊന്നും നമ്മൾ സംസാരിക്കണ്ട. ഇത് കേട്ട് ഹരീഷ് ചോദിക്കണ്ട, സുഭാഷ് ഏട്ടാ നമ്മൾ ഇതിനെ കുറിച്ച് സംസാരിച്ചിട്ട് എന്ത് ചെയ്യാനാ? ഫസ്റ്റ് നൈറ്റിനുള്ള ഏർപ്പാട് എന്തെങ്കിലും ചെയ്യണോന്നാ ചോദിച്ചേ. അപ്പൊ സുഭാഷ് പറയണ, നിധിയുടെ മാനസികാവസ്ഥ എന്താണെന്ന് അറിയാതെ നമ്മള് ഫസ്റ്റ് നൈറ്റിനുള്ള ഏർപ്പാടൊന്നും ചെയ്യാൻ പാടില്ല. ഇത് കേട്ട് ഹരീഷ് ചോദിക്കണ, അപ്പൊ ഒന്നും വേണ്ടെന്നാണോ സുഭാഷ് ഏട്ടൻ പറയുന്നത്? അപ്പൊ സുഭാഷ് പറയണോ, അതേടാ ഒന്നും വേണ്ട. അവിടേക്ക് വന്ന സുധീഷ് ചോദിക്കുന്നു, എന്താ ഡിസ്കഷൻ? ഒന്നും ഇല്ലാന്ന് സുഭാഷ് പറയുമ്പോൾ സുധീഷ് ചോദിക്കണ, ഒന്നുമില്ലേ, ഞാൻ വന്നപ്പോൾ നിങ്ങൾ എന്തോ സംസാരിക്കുന്നുണ്ടായിരുന്നല്ലോ. ഈ സമയം നികേഷും അവിടേക്ക് വരികയാണ്. ഹരീഷ് സുധീഷിനോട് പറയുന്നു, നിങ്ങളുടെ ഫസ്റ്റ് നൈറ്റിനെ കുറിച്ചാണ് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഏട്ടത്തിയുടെ മാനസികാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാതെ ഫസ്റ്റ് നൈറ്റിനുള്ള ഏർപ്പാടൊന്നും ചെയ്യേണ്ടെന്നാ സുഭാഷേട്ടൻ പറയുന്നത്. ഹരീഷ് പറയണ്ട, സുഭാഷേട്ടൻ പറയുന്നതും ശരിയാ. ഫസ്റ്റ് നൈറ്റിനുള്ള ഏർപ്പാടൊക്കെ ചെയ്ത് ഏട്ടത്തി ടെൻഷൻ ആയാൽ നമ്മൾ എന്താ ചെയ്യുക? അപ്പൊ നികേഷ് പറയണ, അതെ സുഭാഷേട്ടാ ഇപ്പൊ ഏട്ടത്തി കല്യാണം കഴിഞ്ഞ് വന്നതല്ലേ ഉള്ളൂ. ഈ കല്യാണം നടത്താനുള്ള സാഹചര്യം നമുക്കറിയാലോ. നമ്മള് ഫസ്റ്റ് നൈറ്റിന്റെ ഏർപ്പാടൊക്കെ ചെയ്താൽ ഏട്ടത്തെ ദേഷ്യപ്പെടും. സുഭാഷ് ചോദിക്കുന്നു, എടാ നീ എന്തിനാ ഇതിലൊക്കെ വന്ന് തലയിടുന്നത്? നീ പോയി പഠിക്കുന്ന കാര്യമല്ല നോക്ക്. ഞാൻ ചുമ്മാതെ പറഞ്ഞതാണെന്ന് നികേഷ് പറയുമ്പോൾ സുഭാഷ് പറയണ, നീ ഇതിനെ കുറിച്ചൊന്നും പറയണ്ട, നീ പോയി വിടുന്ന, മുതിർന്നവരായ ഞങ്ങൾ സംസാരിച്ചോളാം. ഇത് കേട്ട് നികേഷ് അവിടെ നിന്ന് പോകുമ്പോൾ സുധീഷ് പറയണ, സുഭാഷ് ഏട്ടാ നികേഷിന് പറയാൻ പറ്റില്ല, പക്ഷെ എനിക്ക് പറയാലോ. ദേ നോക്ക് സുഭാഷ് ഏട്ടാ, എനിക്ക് ഫസ്റ്റ് നൈറ്റ് വേണം, അതിനുള്ള ഏർപ്പാട് ചെയ്യും പ്ലീസ് സുഭാഷ് ഏട്ടാ. അപ്പൊ സുഭാഷ് പറയണ, നിധിയോട് പറയാതെ അതൊക്കെ ഏർപ്പാട് ചെയ്താൽ ശരിയാകില്ല, നാണം കെടും. സുധീഷ് ചോദിക്കുന്നു, സുഭാഷ് ഏട്ടാ ഇതിൽ എന്ത് നാണക്കേടാ? സുധീഷിനെ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞ് അവൾ എന്റെ കയ്യിൽ പിടിച്ച് നിന്നില്ലേ, അതൊക്കെ മറന്നോ? സുഭാഷ് ഏട്ടാ നിധിക്കിപ്പം എന്നെ ഒരുപാട് ഇഷ്ടാ, അതുകൊണ്ടാ അവൾ എന്നെ കല്യാണം കഴിച്ച്. പ്ലീസ് സുഭാഷ് ഏട്ടാ എനിക്ക് ഫസ്റ്റ് നൈറ്റ് വേണം. ഇത് കേട്ട് ഹരീഷ് പറയണ, സുധീഷ് ഏട്ടാ ഇത് ഭയങ്കര നാണക്കേടാണ് കേട്ടോ. അപ്പൊ സുധീഷ് പറയുന്നു, നീ മിണ്ടാ നിൽക്കടാ, ഞങ്ങളുടെ ഫസ്റ്റ് നൈറ്റിനുള്ള ഒരുക്കങ്ങൾ ചെയ്യും സുഭാഷ് ഏട്ടാ. ഞങ്ങൾ എന്ത് ചെയ്യാനാണെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയണ, നിങ്ങൾ വേണ്ട എല്ലാം അറേഞ്ച് ചെയ്യാൻ. അത് കണ്ട് നിധി പറയും, വാവ് ഇത് സർപ്രൈസ് ആണല്ലോ എന്ന്. എന്താ എന്നോട് ചോദിക്കാതെ ഇതൊക്കെ ചെയ്തെന്ന് ചോദിച്ച് ചെറുതായിട്ടൊന്ന് ദേഷ്യപ്പെടാനുള്ള ചാൻസും ഉണ്ട്. അത് കുഴപ്പമില്ല, നിധിയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. എടാ ഹരീഷ് ഒന്ന് പറയടാ. അപ്പൊ ഹരീഷ് പറയണ, സുഭാഷ് ഏട്ടാ സുധീഷ് ഏട്ടൻ പറയുന്നതല്ലേ, ഫസ്റ്റ് നൈറ്റിനുള്ള ഒരുക്കങ്ങൾ ചെയ്യാം. സുഭാഷ് ചോദിക്കുന്നു, എടാ നിധിയുടെ മനസ്സിൽ എന്താണെന്ന് അറിയാതെ എങ്ങനെയാ? അപ്പൊ സുധീഷ് പറയണ, സുഭാഷ് ഏട്ടാ നിധി ഒന്നും പറയില്ല, എന്നെ വിശ്വസിക്ക്. ഹരീഷ് നീ എന്താടാ പറയുന്നതെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ ഹരീഷ് പറയണ, നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം സുഭാഷ് ഏട്ടാ, ഫസ്റ്റ് നൈറ്റിനുള്ള ഒരുക്കങ്ങൾ ചെയ്യാം. ശരിയടാന്ന് സുഭാഷ് പറയുമ്പോൾ ഹരീഷ് ചോദിക്കണ്ട, എല്ലാം ഓക്കെയാ, പക്ഷേ ഏട്ടത്തി ഈ വീട്ടിലുള്ളപ്പോൾ നമ്മൾ എങ്ങനാ റൂം ഡെക്കറേറ്റ് ചെയ്യുക? ഇത് കേട്ട് സുധീഷ് പറയുകയാണ്, അത് ശരിയാണല്ലോ, നിധി ഇവിടെ ഉള്ളപ്പോൾ നിങ്ങൾ എങ്ങനെയാ റൂം ഡെക്കറേറ്റ് ചെയ്യുക? ഒരു കാര്യം ചെയ്യാം, ഞാൻ നിധിയെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകാം. AC ഫിക്സ് ചെയ്യണം, അതും അവൾ അറിയാതെ സർപ്രൈസ് ആയിട്ട് വേണം ഫിക്സ് ചെയ്യാൻ. ACയുടെ ഫിക്സിങ്ങിന് വേണ്ടി ഞാൻ അവളെ പുറത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഇരുന്നതാ. ഇപ്പൊ ഞാൻ നിധിയെ കൂട്ടിക്കൊണ്ടു പോകാം. ആ ഗ്യാപ്പില് നിങ്ങള് റൂം ഡെക്കറേറ്റ് ചെയ്യണം. സുഭാഷ് ചോദിക്കുന്നത്, സുധീഷേ നിങ്ങൾ വരുന്നതിന് മുമ്പേ ഇത്രയും ജോലികൾ എങ്ങനെയാ തീർക്കുക? AC ഫിക്സ് ചെയ്യാൻ തന്നെ സമയമെടുക്കും. അപ്പൊ സുധീഷ് പറയണ, AC വെക്കാൻ ഒരു 20 മിനിറ്റ് മതി സുഭാഷ് ഏട്ടാ. അവരാ ജോലി തീർത്ത ഉടനെ ഡെക്കറേഷന്റെ ജോലി നിങ്ങളും തീർക്ക്. അത് കഴിയുമ്പോഴേക്ക് ഞാൻ നിധിയും കൂട്ടി ഇങ്ങി വരാം. പ്ലീസ് ഡാ, നിങ്ങളെ വിശ്വസിച്ചാ ഞാൻ പോകുന്നത്. ഹരീഷെ നശിപ്പിക്കല്ലേ. ഹരീഷ് പറയുന്നു, ശരി സുധീഷ് ഏട്ടാ, ഞങ്ങൾ ഒരുക്കങ്ങളെല്ലാം ചെയ്തു വെക്കാം. ലക്ക് ഉണ്ടെങ്കിൽ ഇന്ന് റൂമിനകത്ത് കിടക്കാം, ഇല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ ഹോളി വന്ന് കിടന്നു. ഇത് കേട്ട് സുധീഷ് പറയുന്നു, എടാ നെഗറ്റീവായിട്ട് സംസാരിക്കാതെ എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കണം. ഞാൻ നിധിയെ കൂട്ടിക്കൊണ്ടു പോകുന്ന കാര്യം നോക്കട്ടെ. ഹരീഷ് ചോദിക്കുന്നു, സുധീഷ് ഏട്ടാ AC ഫിക്സ് ചെയ്തതിന് കാശ് കൊടുക്കണ്ടേ? ഒന്ന് പതറി സുധീഷ് പറയണ, അതൊക്കെയാണോ ഇപ്പൊ വലിയ കാര്യം? അതിന്റെ കാശ് നീ കൊടുത്താ മതി. ഹരീഷ് ചോദിക്കുന്നു, സുധീഷ് ഏട്ടൻ AC വാങ്ങാനെന്ന് പറഞ്ഞ് സുഭാഷ് ഏട്ടന്റെ കയ്യിൽ നിന്നും 10,000 രൂപ മേടിച്ചില്ലേ, ഇനി ഫിക്സ് ചെയ്യാനുള്ള കാശ് ഞാൻ കൊടുക്കണോ? ഒന്ന് പതറി സുധീഷ് പറയണ, എടാ അതൊരു 2,000 രൂപയാകത്തുള്ളൂ. നീ നിന്റെ ചേട്ടന്റെ കല്യാണത്തിന് ഗിഫ്റ്റ് ഒന്നും തന്നില്ലല്ലോ. AC ഇൻസ്റ്റാളേഷന് ഒരു 2,000 രൂപ കൊടുക്കത്തില്ലേ? ഞാൻ കൊടുക്കത്തില്ല, സുധീഷ് ഏട്ടൻ കൊടുത്താൽ മതിയെന്ന് ഹരീഷ് പറയുമ്പോൾ സുഭാഷ് പറയണ, ഞാൻ കൊടുത്തോളാം. അപ്പൊ സുധീഷ് പറയുന്നു, സുഭാഷ് ഏട്ടൻ കൊടുക്കണ്ട, ഇവൻ കൊടുക്കും, ഇവൻ വെറുതെ പറയുന്നതാ. അത് മാത്രല്ല ഡെക്കറേറ്റ് ചെയ്യാനുള്ള പൂ, റൂമിൽ വെക്കാനുള്ള ഫ്രൂട്ട്സ് എല്ലാം ഹരീഷ് മേടിച്ചു വെച്ചോളും. ഇവന് എനിക്ക് ചെയ്യാതെ വേറെ ആർക്ക് ചെയ്യാനാ? പിന്നെ ആ റൂമില് റൂം സ്പ്രേയും കൂടി അടിക്കണം, ജാസ്മിൻ ഫ്ലേവർ. എല്ലാം ചെയ്യണേ, ഞാൻ പോയിട്ട് വരാം. അങ്ങനെ സുധീഷ് അവിടെ നിന്ന് പോകുമ്പോൾ ഹരീഷ് പറയണ, കണ്ടില്ലേ സുഭാഷ് ഏട്ടാ? പുഞ്ചിരിച്ച് സുഭാഷ് പറയുന്നു, നീ അത് വിടടാ, നമുക്ക് ചെയ്യാം. നിന്റെ കയ്യിൽ കാശുണ്ടോ അതോ ഞാൻ അകത്ത് പോയി എടുത്തോണ്ട് വരണോ? അപ്പൊ ഹരീഷ് പറയണ, എന്റെ കയ്യിലുണ്ട് സുഭാഷ് ഏട്ടാ. തുടർന്ന് സുധീഷും ഹരീഷും നികേഷും സന്തോഷത്തോടു കൂടി ഹോളിലിരുന്ന് സെൽഫി എടുക്കുകയാണ്. ഈ സമയം നിധി അവിടേക്ക് വരുമ്പോൾ സുധീഷ് പതിയെ നികേഷിനോട് പറയുന്നു, എടാ അകത്തേക്ക് പോ, ദേ വരുന്നുണ്ട്. വാ ഹരീഷ് ഏട്ടാ,
നമുക്ക് അകത്തേക്ക് പോകാം, അവിടെ പോയി ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞ് നികേഷ് ഹരീഷിനെയും കൂട്ടി റൂമിലേക്ക് പോകുന്നു. ഫോണിലെ ഫോട്ടോസ് കാണിച്ചുകൊണ്ട് നിധി സുധീഷിന്റെ അരികിലേക്ക് വന്നിരുന്നിട്ട് പറയുന്നു, ഫോട്ടോസിലൊക്കെ സുധീഷ് ചിരിക്കുന്ന കണ്ടില്ലേ? സുധീഷ് ചോദിക്കുന്നു, സൂപ്പർ ആയിട്ടില്ലേ? നിധി ചോദിക്കുന്നു, സുധീഷ് എല്ലാ ഫോട്ടോസിലും ചിരിച്ചോണ്ട് നിൽപ്പുണ്ടല്ലോ, എങ്ങനെ പറ്റുന്നു? അപ്പൊ സുധീഷ് പറയണ, സന്തോഷം കൊണ്ടാണ് നിധി, ഇഷ്ടപ്പെട്ട പെണ്ണിനെ കല്യാണം കഴിച്ചില്ലേ, ഇതിനേക്കാളും വലിയ സന്തോഷം എന്താ? ഇത് കേട്ട് നിധി പുഞ്ചിരിച്ച് ഫോണിലെ ഫോട്ടോസ് നോക്കുമ്പോൾ മറങ്ങി നിന്ന് അവരെ നോക്കുകയാണ് നികേഷും ഹരീഷും. സുധീഷ് ചോദിക്കുന്നു, നിധി ഈ സന്തോഷത്തിൽ നമുക്ക് പുറത്തു പോയിട്ട് വന്നാലോ? ഇപ്പോഴൊന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയാണ്, ഇപ്പോഴല്ലേ ചോദിച്ചത്, അപ്പൊ ഇപ്പൊ പോകുന്ന ആര്യ? എവിടെ പോകുകയെന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയാണ്, ചുമ്മാ അത് എവിടെയെങ്കിലും പോയിട്ട് വരാം. അപ്പൊ നിധി പറയുന്നു, ഇല്ല സുധീഷ്, ഞാൻ വരുന്നില്ല. ഇത് കേട്ട് നികേഷ് പറയാണ്, ഏട്ടത്തി പോകുന്നില്ലെന്ന്. എങ്ങനെ റൂമിൽ അലങ്കാരങ്ങൾ ചെയ്യും? അപ്പൊ ഹരീഷ് പറയണ, സുധീഷ് ഏട്ടന്റെ പെർഫോമൻസിനെ കുറിച്ചൊന്നും നിനക്കറിയില്ല, വെയിറ്റ് ചെയ്യും. സുധീഷ് ചോദിക്കുന്നു, നിധി എന്താ ഇത്? എന്നെ കണ്ടിട്ട് നിനക്ക് പാവമായിട്ട് തോന്നുന്നില്ലേ? രാവിലെ മുതൽ ഞാൻ ചിരിച്ചോണ്ട് നിൽക്കുകയായിരുന്നു, ഇപ്പൊ എന്നെ വിഷമിപ്പിച്ചില്ലേ? നമുക്ക് ചുമ്മാ ഒരു റൗണ്ട് പോയിട്ട് വരാം. നിനക്ക് ബീച്ച് ഇഷ്ടമല്ലേ? നമുക്ക് ബീച്ചിൽ പോയിട്ട് വന്നാലോ? അപ്പൊ നിധി പറയണ, ബീച്ചിലോ? ഇവിടുന്ന് ഒരുപാട് ദൂരമുണ്ട് സുധീഷ്, അത്രയും ദൂരമൊന്നും എനിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റില്ല, രാവിലെ മുതലേ ടയേർഡാ. അപ്പൊ സുധീഷ് പറയണ, ശരി അത് വിട്, ബീച്ച് വേണ്ട, പുറത്തുപോയി നല്ലൊരു ചായ കുടിച്ചാലോ? നിധി ചോദിക്കുന്നു, സുധീഷിന് ചായ മതിയോ? സുഭാഷ് എന്നോട് പറഞ്ഞ് സൂപ്പർ ചായ ഉണ്ടാക്കി തരുമല്ലോ. അങ്ങനെ നിധി ഉറക്കെ സുഭാഷ് ഏട്ടാന്ന് വിളിക്കുമ്പോൾ, എന്താ മോളെ എന്ന് ചോദിച്ച് സുഭാഷ് അവിടേക്ക് വരുമ്പോൾ നിധി പറയണ, സുഭാഷ് ഏട്ടാ സുധീഷിനൊരു ചായ വേണോന്ന്. ഞാൻ ചായ ഉണ്ടാക്കും, പക്ഷേ എന്നെക്കാളും നന്നായിട്ട് സുഭാഷ് ഏട്ടനല്ലേ ചായ ഉണ്ടാക്കുക. സുഭാഷ് ഏട്ടന്റെ ചായ സൂപ്പറാ, സുധീഷിനൊരു ചായ ഉണ്ടാക്കി കൊടുക്കുവോ? അപ്പൊ സുഭാഷ് പറയണ, ശരി മോളെ, ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കുള്ള ചായ കൊണ്ടുവരാം. ഈ സമയം ഹരീഷും നികേഷും അവിടേക്ക് വരികയാണ്. സുഭാഷ് ഏട്ടാന്ന് വിളിച്ച് കയ്യിൽ കയറി പിടിച്ച് സുധീഷ് പതിയെ പറയുന്നു, സുഭാഷ് ഏട്ടാ ഞാൻ അവളെ പുറത്തു കൊണ്ടുപോകാൻ പാടുപെടുവാ, സുഭാഷ് ഏട്ടൻ നശിപ്പിക്കല്ലേ. ഓ അങ്ങനെയാണോന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ നിധി ചോദിക്കുന്നു, എന്താ രഹസ്യമായിട്ടുള്ള ഒരു സംസാരം? അപ്പൊ സുഭാഷ് പറയണ, മോളെ ഇന്ന് നിങ്ങളുടെ കല്യാണം കഴിഞ്ഞതല്ലേ ഉള്ളൂ, മോളെ പുറത്ത് എവിടെയെങ്കിലും കൂട്ടിക്കൊണ്ടു പോകണമെന്ന് സുധീഷ് ആഗ്രഹിക്കുന്നു. അപ്പൊ നികേഷ് പറയണ, അതെ ഏട്ടത്തി, ചുമ്മാ അത് എവിടെയെങ്കിലും പോയിട്ട് വാ. അപ്പൊ നിധി പറയണ, കല്യാണം കഴിഞ്ഞ ദിവസം പുറത്തു പോകാൻ പാടില്ല എന്നല്ലേ പറയുക, നിങ്ങൾ എന്താ പുറത്തു പോയിട്ട് വരാൻ പറയുന്നേ? സുധീഷ് പറയുന്നു, നിധി നമുക്ക് റൂൾസ് ബ്രേക്ക് ചെയ്യാം. നമ്മൾ ബ്രേക്ക് ചെയ്യാത്ത റൂൾസ് ഉണ്ടോ? നമ്മൾ കല്യാണം കഴിച്ചു, അതിനുശേഷം ഡിവോഴ്സ് ചെയ്തു, വീണ്ടും കല്യാണം കഴിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഈ സമ്പ്രദായമൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം, അതിലൊരു തെറ്റുമില്ല അല്ലടാ? അതേതെന്ന് ഹരീഷും നികേഷും പറയുകയാണ്. നിധി സംശയത്തോടു കൂടി സുധീഷിനെ നോക്കുമ്പോൾ സുഭാഷ് പതിയെ പറയുന്നു, എന്താടാ ഇത്? സുധീഷ് പറയണ, വേറെ വഴിയില്ല സുഭാഷ് ഏട്ടാ. നിധി ചോദിക്കുന്നു, എല്ലാവരും എന്താ ഞാനിപ്പം സുധീഷിന്റെ ഒപ്പം പുറത്തു പോകണമെന്ന് പറയുന്നത്, എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ഉണ്ടെന്ന് ഹരീഷും നികേഷും പറയുമ്പോൾ സുധീഷ് ഞെട്ടി അവരെ നോക്കുകയാണ്. നിധി ചോദിക്കുന്നു, എന്ത് പ്ലാൻ? ഒന്ന് പതിരെ അവർ പറയുന്നു, ഒരു പ്ലാനും ഇല്ല. നിധി സംശയത്തോടു കൂടി ആലോചിച്ചിരിക്കുമ്പോൾ സുഭാഷ് പറയണ, മോളെ നിധി, ഇന്നല്ലേ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞത്, നിങ്ങൾ രണ്ടുപേരും കൂടി ക്ഷേത്രത്തിൽ പോയിട്ട് വാ. ഇത് കേട്ട് സുധീഷ് പറയുന്നു, അതെ സൂപ്പർ നിധി. അപ്പൊ നിധി നമുക്ക് രണ്ടുപേർക്കും ക്ഷേത്രത്തിൽ പോയിട്ട് വരാം, ചായ കുടിക്കാനും പോണ്ട, ബീച്ചിലും പോണ്ട, നമുക്ക് ഭക്തിയോടുകൂടി അമ്പലത്തിൽ പോയിട്ട് വരാം. ഇത് കേട്ട് നികേഷ് പറയണ, അത് ശരിയാ സുധീഷേട്ടാ, കല്യാണം കഴിഞ്ഞാൽ അമ്പലത്തിൽ പോകുന്നത് നല്ലതാ, പോയിട്ട് വാ ഏട്ടത്തി. നിധി പറയുന്നു, നിങ്ങൾ ആരും ശരിയല്ലല്ലോ, സുധീഷിന്റെ ഒപ്പം നിങ്ങളും പെർഫോം ചെയ്യുക. അപ്പൊ സുഭാഷ് പറയണ, മോളെ സുധീഷിന് മോളെ പുറത്തേക്ക് കൊണ്ടുപോകണമെന്ന ആഗ്രഹമുണ്ട്, എവിടെയെങ്കിലും പോകുന്നതിനേക്കാളും നല്ലതല്ലേ അമ്പലത്തിൽ പോകുന്നത്, അതുകൊണ്ടാ അമ്പലത്തിൽ പോകാൻ പറഞ്ഞത്, രണ്ടുപേരും കൂടി പോയിട്ട് വാ. നിധി പറയണ, ശരി സുഭാഷ് ഏട്ടാ, ഞാൻ ഈ ഡ്രസ്സ് മാറ്റിയിട്ട് വരാം. ഈ ഡ്രസ്സ് നന്നായിട്ടുണ്ടല്ലോ എന്ന് സുധീഷ് പറയുമ്പോൾ നിധി പറയണ, സുധീഷ് ക്ഷേത്രത്തിലേക്കല്ലേ പോകുന്നത്, ഇങ്ങനെയാണോ പോകേണ്ടത്? ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞ നിധി റൂമിലേക്ക് പോവുകയാണ്. സമാധാനത്തോടു കൂടി സുധീഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ എങ്ങനെയൊക്കെയോ പോരാടി നിധിയെ പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്, പെട്ടെന്ന് പരിപാടിയൊക്കെ തീർക്കണം. ഹരീഷ് ചോദിക്കുന്നു, സുധീഷ് എണ്ണാണോ പോരാടിയത്, ഒടുവില് സുഭാഷ് എണ്ണ രക്ഷിച്ചത്? സുധീഷ് പറയുന്നു, ഞാൻ സമ്മതിച്ചു, ഞങ്ങൾ പോയിട്ട് വരുമ്പോഴേക്കും ഫസ്റ്റ് നൈറ്റിനുള്ള ഏർപ്പാടെല്ലാം ചെയ്തേക്കണേ. ഹരീഷ് നീ ചെയ്യില്ലടാ. അപ്പൊ ഹരീഷ് പറയണ, സുധീഷ് ഏട്ടൻ ടെൻഷൻ ആണ്ട, ഇവിടുത്തെ കാര്യം ഞങ്ങൾ ഏറ്റു. അപ്പൊ സുധീഷ് പറയണ, ആദ്യമായിട്ട് ക്ഷേത്രത്തിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് സാരിയൊക്കെ എടുത്തോണ്ടായിരിക്കും നിധി വരിക, ഞാനും പോയി ഒരു മുണ്ടും ഷർട്ടും ഒക്കെ ഇട്ടോണ്ട് വരാം. അങ്ങനെ സുധീഷ് ക്ഷേത്രത്തിലേക്ക് പോകാനായി ഒരുങ്ങി ഹാളിലേക്ക് വരികയാണ്. ഹരീഷും നികേഷും സുധീഷിനെ ശ്രദ്ധിക്കുന്നു. ഈ സമയം സാരിയൊക്കെ എടുത്ത് റൂമിന് പുറത്തേക്ക് ഇറങ്ങി വരികയാണ് നിധി സുധീഷ് എന്ന് വിളിക്കുമ്പോൾ സാരിയൊക്കെ എടുത്ത് ക്ഷേത്രത്തിലേക്ക് പോകാനായി ഒരുങ്ങി വന്ന നിധിയെ കണ്ടെടുക്കാതെ നോക്കി നിൽക്കുകയാണ് സുധീഷ്. ഹരീഷും നികേഷും പുഞ്ചിരിച്ച് അവരെ തന്നെ നോക്കി നിൽക്കുന്നു. സുഭാഷ് അവിടേക്ക് വരികയാണ്. നിധി സുധീഷ് എന്ന് വിളിക്കുമ്പോൾ സുധീഷ് പറയാണ്, സൂപ്പർ ആയിട്ടുണ്ട് നിധി, വാ പോകാം. അങ്ങനെ സുധീഷ് നിധിയുടെ നേരെ കൈ നീട്ടുമ്പോൾ സുധീഷ് അമ്മലോടുകൂടി എല്ലാവരെയും നോക്കുകയാണ്. വാ നിധി എന്ന് പറഞ്ഞ് നിധിയുടെ കയ്യിൽ കയറി പിടിച്ച് സുധീഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ പോയിട്ട് വരാമേ. നികേഷ് ഹരീഷ് ഞങ്ങൾ പോയിട്ട് വരാന്ന് പറഞ്ഞ് ബൈക്കിന്റെ കീയും എടുത്ത് നിധിയുടെ കൈയും പിടിച്ച് പുറത്തേക്ക് പോവുകയാണ് സുധീഷ്. വളരെ സന്തോഷത്തോടു കൂടി അവര് പോകുന്നത് നോക്കി നിൽക്കുകയാണ് സുഭാഷും നികേഷും ഹരീഷും. സുധീഷ് ബൈക്കിലേക്ക് കയറിയിരിക്കുമ്പോൾ എല്ലാവർക്കും ടാറ്റ കാണിച്ച് സുധീഷിന്റെ ബൈക്കിന്റെ പിന്നിലേക്ക് കയറിയിരുന്ന് തോളിലേക്ക് കൈവയ്ക്കുകയാണ് നിധി. സുധീഷ് വിശ്വസിക്കാനാകാതെ സന്തോഷത്തോടുകൂടി നിധിയെ നോക്കുമ്പോൾ നിധി നാണത്തോടുകൂടി പുഞ്ചിരിക്കുന്നു. സുധീഷ് പുഞ്ചിരിച്ച് തലയാട്ടി എല്ലാവർക്കും ടാറ്റ കാണിക്കുകയാണ്. ശേഷം നിധിയും സുധീഷും സന്തോഷത്തോടുകൂടി ബൈക്കിൽ അവിടെ നിന്ന് പോവുകയാണ്. തുടർന്ന് നിധിയെ
നിധിയെയും കൂട്ടി ക്ഷേത്രത്തിലേക്ക് പോകുന്ന സുധീഷ് ഒരു മുത്തശ്ശിയുടെ കടയിൽ നിന്നും നിധിക്ക് മുല്ലപ്പൂ വാങ്ങിച്ചു കൊടുക്കുകയാണ്. എത്രയായി മുത്തശ്ശി എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നു 100 രൂപ. പോക്കറ്റിൽ നിന്നും ക്യാഷ് എടുത്ത് സുധീഷ് പറയുന്നു ഇത് 150 രൂപയുണ്ട്, ബാക്കി മുത്തശ്ശി വെച്ചോ. സന്തോഷത്തോടു കൂടി ആ മുത്തശ്ശി പറയുന്നു ശരി മോനെ. സുധീഷ് മുല്ലപ്പൂ നിധിയുടെ നേരെ നീട്ടുമ്പോൾ നിധി പറയുന്നു സുധീഷ് തന്നെ എന്റെ മുടിയിൽ വെച്ചതാ. ഇതിയിട്ട് വിശ്വസിക്കാനാകാതെ സന്തോഷത്തോടു കൂടി സുധീഷ് പറയണ ഞാൻ തന്നെ വെച്ചുതരാം. അങ്ങനെ സുധീഷ് നിധിയുടെ മുടിയിലേക്ക് മുല്ലപ്പൂ വെച്ചു കൊടുക്കുകയാണ്. നിധി പുഞ്ചിരിച്ച് നാണത്തോടു കൂടി കുലുങ്ങി നിൽക്കുമ്പോൾ പുഞ്ചിരിച്ച് നിധിയെ ശ്രദ്ധിക്കുകയാണ് സുധീഷ്. തുടർന്ന് നിധി പറയുന്നു നമുക്ക് പോകാം, വാ പോകാന്ന് പറഞ്ഞ് സുധീഷ് ബൈക്കിൽ നിധിയെയും കൂട്ടി അവിടെ നിന്ന് പോവുകയാണ്. തുടർന്ന് നിധി പറയുന്നു സുധീഷ് ക്ഷേത്രത്തിലേക്ക് ആ വഴിയല്ലേ പോകേണ്ടത്? അപ്പൊ സുധീഷ് ചോദിക്കണ സമയം എത്രയായെന്നാ? ഈ സമയം ക്ഷേത്രം തുറന്നിരിക്കുവോ? നിധി പറയുന്നു സമയം 7 മണിയായിട്ടല്ലേ ഉള്ളൂ. അപ്പൊ സുധീഷ് പറയുന്നു നിധി നട അടയ്ക്കുന്ന സമയമായി, നമ്മൾ തിരിച്ചു വരുമ്പോൾ ക്ഷേത്രത്തിന്റെ അതിലെ വരാം, അപ്പൊ പുറത്ത് നിന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാം. അപ്പൊ നിധി പറയണ്ട സുധീഷ് സുഭാഷേട്ടൻ അമ്പലത്തിലേക്കല്ലേ നമ്മളെ പറഞ്ഞു വിട്ടത്? അപ്പൊ സുധീഷ് പറയുന്നു സുഭാഷേട്ടൻ ക്ഷേത്രത്തിലേക്ക് പോകാനാ പറഞ്ഞത്, ക്ഷേത്രത്തിനകത്ത് പോകണമെന്ന് പറഞ്ഞില്ലല്ലോ, നമുക്ക് പുറത്ത് നിന്ന് തൊഴുതിട്ട് പോകാം. ഇതൊക്കെ ഒരു ലോജിക് ആണോ എന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയണ നമ്മുടെ കല്യാണമേ ക്ഷേത്രത്തിൽ വെച്ചല്ലേ നടന്നത്, വീണ്ടും രാത്രി വരെ ക്ഷേത്രത്തിൽ പോയിക്കൊണ്ടിരിക്കണോ? വീണ്ടും വീണ്ടും നമ്മളെ തന്നെ കണ്ട് ദൈവത്തിന് ബോറടിക്കും. ഇത് കേട്ട് നിധി ചിരിക്കുമ്പോൾ പുഞ്ചിരിച്ച് കണ്ണാടിയിലൂടെ നിധിയെ ശ്രദ്ധിക്കുകയാണ് സുധീഷ്. ശേഷം സുധീഷ് പറയുന്നു നമ്മളൊരു ഡ്രൈവ് പോയിട്ട് സന്തോഷമായിട്ട് തിരിച്ചു വരാം. ഇത് പറഞ്ഞ് ഞാൻ വിളിച്ചാൽ നിധി വരില്ലല്ലോ, അതുകൊണ്ടാ സുഭാഷേട്ടനോട് സംസാരിച്ച് ക്ഷേത്രം അത് ഇതെന്ന് പറഞ്ഞ് നിധിയെ കൂട്ടിക്കൊണ്ടു വന്നേ. ശരിക്കും സുധീഷ് ഒരു ഫ്രോഡാണെന്ന് പറഞ്ഞ് നിധി ചിരിച്ചുകൊണ്ട് സുധീഷിന്റെ തോളിലടിക്കുമ്പോൾ സുധീഷ് പറയണ ചായ കുടിക്കാന്ന് പറഞ്ഞ് ഞാൻ നിധിയെ വിളിച്ചല്ലേ, അപ്പൊ നീ വരില്ല എന്ന് പറഞ്ഞു. ഇന്ന് നമ്മുടെ കല്യാണം കഴിഞ്ഞ ദിവസമാണ് നിധി, ഈ ദിവസം ഇനിയും വരുമോ? ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരുന്നാൽ ഈ ദിവസവും തീരും. ഇന്ന് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഡിഫറെന്റ് ആയിട്ട് ചെയ്യാം. ഫ്യൂച്ചറിൽ ഈ ദിവസത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ എക്സൈറ്റഡ് ആയിരിക്കണം നമ്മൾ. നിധി പറ ഇപ്പൊ എന്താ നിനക്ക് ചെയ്യേണ്ടത്, അത് ചെയ്യാം. അപ്പൊ നിധി പറയണ എന്ത് ചെയ്യണമെന്നൊക്കെ ചോദിച്ചാൽ ഈ രാത്രി ഇവിടെ എന്ത് ചെയ്യാനാ? സുധീഷ് ചോദിക്കുന്നു നിധിക്ക് എന്തെങ്കിലും കഴിക്കണമെന്ന് തോന്നുന്നുണ്ടോ, അല്ലെങ്കിൽ ബീച്ച് പാർക്ക് അങ്ങനെ ഏതെങ്കിലും സ്ഥലത്ത് പോകണമെന്ന് തോന്നുന്നുണ്ടോ? ഇപ്പൊ നിധിക്ക് എന്താ വേണ്ടതെന്ന് പറ, അത് നമുക്ക് ചെയ്യാം. പുഞ്ചിരിച്ച് നിധി പറയണ അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഐസ്ക്രീം കഴിക്കാൻ പോയാലോ? അപ്പൊ സുധീഷ് പറയണ ഐസ്ക്രീം ഗുഡ് ചോയ്സ്, പോകാം. തുടർന്ന് നിധിയും സുധീഷും സന്തോഷത്തോടു കൂടി ഐസ്ക്രീം വാങ്ങി കഴിക്കുകയാണ്. നിധി ചോദിക്കുന്നു സുധീഷ് ഏത് ഫ്ലേവറാ മേടിച്ച്? എന്റേത് ചോക്ലേറ്റ് ആണെന്ന് സുധീഷ് പറയുമ്പോൾ ഈ തന്നെന്ന് പറഞ്ഞ് സുധീഷ് കഴിച്ചുകൊണ്ടിരുന്ന ഐസ്ക്രീം കഴിച്ചു നോക്കുകയാണ് നിധി. സുധീഷ് വിശ്വസിക്കാനാകാതെ നിധിയെ തന്നെ നോക്കി നിൽക്കുമ്പോൾ നിധി പറയുന്നു നന്നായിട്ടുണ്ട്. കണ്ടു നിറഞ്ഞ സന്തോഷത്തോടു കൂടി ഐസ്ക്രീം കഴിക്കുന്ന സുധീഷ് ചോദിക്കണ നിധി ഈ ഫ്ലേവർ വേണമെങ്കിൽ ഒരെണ്ണം മേടിക്കാം. അപ്പൊ നിധി പറയണ അതൊന്നും വേണ്ട, ചുമ്മാ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ചോദിച്ചല്ലേ, എന്താ സുധീഷിന്റെ ഐസ്ക്രീം ഞാൻ എടുക്കാൻ പാടില്ലായിരുന്നോ? അപ്പൊ സുധീഷ് പറയണ അങ്ങനെ ആര് പറഞ്ഞു? അങ്ങനെയൊന്നുമില്ല, നിധിക്ക് എടുത്ത് കഴിക്കാലോ. അപ്പൊ നിധി പറയണ എന്റെ ഐസ്ക്രീം ടേസ്റ്റ് ചെയ്ത് നോക്ക്. അങ്ങനെ നിധി സുധീഷിന്റെ വായിലേക്ക് ഐസ്ക്രീം വെച്ച് കൊടുക്കുകയാണ്. അത് കഴിച്ചു നോക്കി സുധീഷ് പറയുന്നു സൂപ്പർ ആയിട്ടുണ്ട്. നിധി പുഞ്ചിരിച്ച ഐസ്ക്രീം കഴിക്കുമ്പോൾ കണ്ടു നിറഞ്ഞ സന്തോഷത്തോടു കൂടി നിധിയെ തന്നെ നോക്കി നിൽക്കുകയാണ് സുധീഷ്. നെഞ്ചത്ത് കൈവച്ച് സുധീഷ് പറയണ ഇന്ന് നടന്നതൊക്കെ ഒരു സ്വപ്നം പോലെയുണ്ട്. നിധി സുധീഷിന്റെ കയ്യിൽ നുള്ളുമ്പോൾ അമ്മയെന്ന് വിളിച്ച് നിധിയെ നോക്കുകയാണ് സുധീഷ്. ചിരിച്ചുകൊണ്ട് നിധി ചോദിക്കുന്നു വേദനിച്ചോ? അപ്പൊ സത്യ. അപ്പൊ സുധീഷ് പറയണ നിധി കുറച്ച് ഓവർ ആവുന്നുണ്ട് കേട്ടോ. ചിരിച്ചുകൊണ്ട് നിധി പറയുന്നു എല്ലാം സുധീഷിന്റെ കയ്യിൽ നിന്നും പഠിച്ചതാ. പുഞ്ചിരിച്ച് സുധീഷ് പറയുന്നു നിന്നെ പോലൊരു പെൺകുട്ടി എന്റെ ജീവിതത്തിൽ വരുമെന്ന് സത്യമായിട്ട് ഞാൻ വിചാരിച്ചിട്ടില്ല. അപ്പൊ നിധി പറയണ ഞാനും വിചാരിച്ചിട്ടില്ല ഇങ്ങനെ ഒരു ഫ്രോഡ് ആയിരിക്കും എന്റെ ജീവിതത്തിലേക്ക് വരികയെന്ന്. അപ്പൊ സുധീഷ് പറയണ കറക്റ്റ് ആണ്, ഞാനൊരു ഫ്രോഡാണ്, കള്ളം പറയുന്നവനാണ്, അതെനിക്കറിയാം. അങ്ങനെ നിധിയുടെ കയ്യിൽ പിടിച്ച് സുധീഷ് പറയുന്നു ഇനി ഞാൻ അങ്ങനെ ആയിരിക്കില്ല. ഇത് ഞാൻ ഒരുപാട് തവണ കേട്ടതാണെന്ന് നിധി പറയുമ്പോൾ സുധീഷ് പറയണ ഞാൻ ശരിക്കും പറഞ്ഞതാ നിധി, ഞാൻ ഇതുവരെ കള്ളം പറഞ്ഞതും തെറ്റ് ചെയ്തതും നീ എന്റെ ജീവിതത്തിൽ നിന്നും പോകാതിരിക്കാൻ വേണ്ടിയാ. ഇനി നിധി എന്റെ ജീവിതത്തിൽ നിന്നും പോകില്ല. ഇപ്പൊ നീ എന്റെ ഭാര്യയായിട്ട് എന്റെ അടുത്ത് തന്നെയുണ്ട്. ഇതിൽ കൂടുതൽ എനിക്ക് എന്താ വേണ്ടത്? ഇനി എനിക്ക് നുണ പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ ചെയ്ത തെറ്റെല്ലാം ഞാൻ ന്യായീകരിക്കുന്നില്ല. ആ തെറ്റിനെല്ലാം ഞാൻ നിധിയോട് ക്ഷമ പറയുകയാണ്. ഇനി ഞാൻ നിധിയോട് കള്ളം പറയില്ല. പിന്നെ വീട്ടില് ചെറിയ ഫ്രോഡ് പണിയൊക്കെ കാണിക്കും. ഇപ്പം ക്ഷേത്രത്തിലേക്കാണെന്ന് പറഞ്ഞ് നിധിയെ കൂട്ടിക്കൊണ്ടുവന്ന് ഇങ്ങനെ ഐസ്ക്രീം കഴിക്കുന്നില്ലേ, അതുപോലെ. ഇത് കേട്ട് നിധി പുഞ്ചിരിക്കുമ്പോൾ സുധീഷ് പറയണ ഞാൻ ട്രൈ ചെയ്യാം ഇതൊക്കെ ചെയ്യാതിരിക്കാൻ. ഞാൻ ഇനിയും നിധിയെ ഒരു രീതിയിലും വിഷമിപ്പിക്കില്ല. ഇത് സുധീഷിന്റെ പ്രോമിസ് ആണ്. അങ്ങനെ സുധീഷ് നിധിയുടെ തലയിൽ തൊട്ട് സത്യം ചെയ്യുമ്പോൾ നിധി ചോദിക്കുന്നു വിശ്വസിക്കാമോ? അപ്പൊ സുധീഷ് പറയണ നിധിക്ക് എന്നെ വിശ്വസിക്കാം. ഈ നിമിഷം ഈ ലോകത്തിലെ ഏറ്റവും സന്തോഷവാനായ മനുഷ്യൻ ഞാനാ. വലിയ എന്തോ നേടിയെടുത്തതുപോലെ ഉണ്ട് എനിക്ക്. അങ്ങനെ സുധീഷ് ഐസ്ക്രീം കഴിക്കുമ്പോൾ പുഞ്ചിരിച്ച് പ്രണയത്തോടുകൂടി സുധീഷിനെ തന്നെ നോക്കി നിൽക്കുകയാണ് നിധി. തുടർന്ന് നിധിയുടെ റൂമിൽ AC വെക്കുകയാണ്. സുഭാഷ് AC ഓൺ ചെയ്ത് നോക്കുമ്പോൾ മണിയറി ഒരുക്കാനായി പൂക്കളൊക്കെയായി അവിടേക്ക് വരികയാണ് ഹരീഷും നികേഷും. നികേഷ് പറയുന്നു സുഭാഷ് ഏട്ടാ നല്ല തണുപ്പുണ്ടല്ലേ? അപ്പൊ സുഭാഷ് പറയണ ഞാനത് ചെക്ക് ചെയ്യുകയായിരുന്നു, നല്ല തണുപ്പുണ്ട്. ഹരീഷ് പറയണ സുഭാഷ് ഏട്ടൻ അകത്ത് തന്നെ നിന്നോണ്ട് ശരിക്കും മനസ്സിലായി കാണത്തില്ല, പുറത്തുനിന്ന് അകത്തേക്ക് കയറുമ്പോൾ എന്തൊരു തണുപ്പാണെന്നറിയോ? എങ്കിൽ പിന്നെ കുഴപ്പമില്ലാന്ന് സുഭാഷ് പറയുമ്പോൾ നികേഷ് പറയണ സുധീഷ് ഏട്ടൻ ഏട്ടത്തിക്ക് വേണ്ടി സർപ്രൈസ് ആയി AC ഒക്കെ മേടിച്ചല്ലോ, ഏട്ടത്തിക്ക് ഇത് വലിയ സർപ്രൈസ് ആയിരിക്കും. പുഞ്ചിരിച്ച്
പുഞ്ചിരിച്ച് സുഭാഷ് പറയണ നിധി അറിയാതെ ഈ AC വാങ്ങിച്ചത് ഒരുപാട് കഷ്ടപ്പെട്ട. അപ്പൊ നികേഷ് പറയണ സാരമില്ല, ഇത്രയൊക്കെ ചിലവാക്കി ഏട്ടത്തിക്ക് വേണ്ടി സുധീഷ് ഏട്ടൻ ഇത് വാങ്ങിച്ചില്ലേ? അപ്പൊ ഹരീഷ് പറയണ പിന്നെ വാങ്ങിച്ചു. കാശ് തികയാഞ്ഞ് സുഭാഷ് ഏട്ടന്റെ കയ്യിൽ നിന്നും 10,000 രൂപ മേടിച്ചു. ഇൻസ്റ്റാളേഷൻ ചാർജ് 2,000 രൂപ ഞാനാ കൊടുത്തത്. പുഞ്ചിരിച്ച് സുഭാഷ് പറയുന്നു ശരി, അത് വിട്, അവന്റെ സന്തോഷം നമ്മുടെയും കൂടി സന്തോഷമല്ലേ? നികേഷ് ചോദിക്കുന്നു ഇങ്ങനെ സംസാരിച്ചോണ്ട് നിന്നാൽ റൂം എങ്ങനെ അലങ്കരിക്കുക? അപ്പൊ സുഭാഷ് പറയണ അത് ശരിയാ, പെട്ടെന്ന് തീർക്കണം. നികേഷ് നീ വേണമെങ്കിൽ പുറത്തു പോയിരിക്കെ. അപ്പൊ നികേഷ് പറയണ സുഭാഷ് ഏട്ടാ എന്നെ ഒരു ചെറിയ പയ്യനായിട്ട് കാണരുത്, ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഹരീഷ് ഏട്ടൻ മാത്രം എങ്ങനെയാ ഇതെല്ലാം ചെയ്യുക? സുഭാഷ് ഏട്ടൻ പോ. ശരി, പെട്ടെന്നാവട്ടെ എന്ന് പറഞ്ഞ് സുഭാഷ് പുറത്തേക്ക് പോവുകയാണ്. നികേഷ് ചോദിക്കുന്നു ഹരീഷ് ഏട്ടാ എവിടുന്നാ തുടങ്ങുക? അപ്പൊ ഹരീഷ് പറയണ ആദ്യം ബെഡ്ഷീറ്റ് വിരിക്കാം. അങ്ങനെ അവർ പുതിയ ബെഡ്ഷീറ്റ് എടുത്ത് വിരിക്കുകയാണ്. ഹരീഷ് പറയുന്നു ബെഡ്ഷീറ്റ് വിരിച്ചു, ഇനി പൂവെല്ലാം ബെഡിലിടട്ടെ. ഇത് കേട്ട് നികേഷ് പറയണ അതൊക്കെ പഴയ രീതിയല്ലേ ഹരീഷ് ഏട്ടാ, എന്തെങ്കിലും ക്രിയേറ്റീവായി ചെയ്യണം. ഇതൊക്കെ നിനക്കെങ്ങനെ അറിയാവുന്ന ഹരീഷ് ചോദിക്കുമ്പോൾ നികേഷ് പറയണ എല്ലാം സിനിമയിൽ കാണുന്നതാ, ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്ന് ഹരീഷ് പറയുമ്പോൾ നികേഷ് പറയണ ഹരീഷ് ഏട്ടൻ അതിന് സിനിമ കാണാൻ പോകത്തില്ലല്ലോ, പിന്നെ എങ്ങനെ കാണാനാ? ശരി, അത് വിട്. ഹരീഷ് ഏട്ടൻ പറഞ്ഞതുപോലെ ആദ്യം നമുക്ക് ബെഡിലേക്ക് പൂക്കളിടാം, എന്നിട്ട് ഡിസൈൻ ചെയ്യാം. അങ്ങനെ അവർ മണിയറ ഒരുക്കുകയാണ്. തുടർന്ന് ഹരീഷ് ചോദിക്കുന്നു നീ എന്താടാ ഫോണിൽ നോക്കി നിൽക്കുന്നത്? അപ്പൊ നികേഷ് പറയണ ഞാൻ AIയോട് ഫസ്റ്റ് നൈറ്റ് റൂം എങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാമെന്ന് ചോദിച്ചായിരുന്നു, അത് കാണിച്ചു തന്ന ഡിസൈനിലാണ് നമ്മളിപ്പം ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് കേട്ട് ഹരീഷ് പറയണ എടാ നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്ന ഡെക്കറേഷൻ ഒക്കെ കണ്ട് ഇത്രയും ഭംഗിയുള്ള ബെഡില് എങ്ങനെ ഉറങ്ങുക എന്ന് അവർ ആലോചിക്കും. അത് പോയിന്റ് ആണെന്ന് നികേഷ് പറയുമ്പോൾ ഹരീഷ് പറയണ എങ്കിൽ പിന്നെ നമുക്ക് മതിയാക്കാം, ACക്ക് നല്ല തണുപ്പുണ്ട്, നമുക്ക് ഹോളിൽ ഒരു AC വെക്കണം. പുഞ്ചിരിച്ച് ഹരീഷ് പറയുന്നു AC വെക്കാടാ. ഇത് കേട്ട് നികേഷ് പറയണ സുധീഷ് ഏട്ടൻ ACയിലൊക്കെയാണ് ഇന്ന് കിടക്കാൻ പോകുന്നത്. അപ്പൊ ഹരീഷ് പറയണ അങ്ങനെയൊന്നും പറയണ്ട, AC ഒക്കെ ഇട്ടിട്ട് രാത്രി നമ്മുടെ കൂടെ ആയിരിക്കും വന്ന് കിടക്കുക. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് നികേഷ് പറയുന്നു പാവ സുധീഷ് ഏട്ടൻ. അങ്ങനെ അവർ സന്തോഷത്തോടു കൂടി ചുറ്റും നോക്കുകയാണ്. തുടർന്നുള്ള റിവ്യൂനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്